എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇതൊരു മാജിക്കാണ്. ഇത് നമ്മളെ ഫേസിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു മിറാക്കിൾ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, നന്നായിട്ട് ചൊറിഞ്ഞ് കിടക്കുന്ന മാറാത്ത പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റി ഇതുപോലെ ക്ലിയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, ബേബി സ്കിന്ന് നമുക്ക് കിട്ടണം. അതാണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക്കലായിട്ടുള്ള ഒരു വെള്ളമാണത്. സോ ഈ ഒരു വെള്ളം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉപ്പേരിയൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് ചീരയാണ്, ചുമന്ന ചീര എടുക്കാൻ നോക്കുക. തണ്ടില്ലാതെ ഇത് നല്ല കേകി വൃത്തിയാക്കിയിട്ട് എടുത്ത് കൊടുക്കുന്നതാട്ടോ. ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കേകി വൃത്തിയാക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ്. തുളസിയും എന്താ പറയുക, വലുതാണ്, നല്ല സ്മെല്ലുള്ളത് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നല്ല ജീരകമില്ലേ, ആ സംഭവമാണ് കേട്ടോ. ചെറിയത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ തൊള്ളയിക്കിടും തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ മൊത്തത്തിൽ നമുക്ക് ഈ സംഭവങ്ങളാണ് വേണ്ടത്. ഈ സംഭവം എന്താ കാട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു കുറച്ച് അത്യാവശ്യം വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് തിളപ്പിക്കാൻ നമ്മൾ പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു പരുവത്തിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മളെ ഉമ്മ പണിയെടുക്കുകയാണ് ഗൈസ്. നമ്മൾ അത് അടകെടുക്കട്ടെ, അതിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിതാ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചായപാത്രത്തിൽ തിളപ്പിച്ചാൽ മതി. സോ ചീനച്ചട്ടിയിലൊന്നും നിങ്ങൾ തിളപ്പിക്കരുത്, കാരണം അതൊക്കെ കറി വിളമ്പണയിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇത് തന്നെ ചെയ്യാൻ നോക്കുക, നമ്മൾ ചായപാത്രത്തിലൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ തിളച്ച് വറ്റി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നല്ല ഡാർക്ക് കളർ കിട്ടും. വലിയ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നല്ല തിളപ്പിച്ച് കൊടുത്താൽ മതി, നമുക്ക് ഇത്ര ഗ്ലാസ്സിന് വെള്ളം കിട്ടും. ഓക്കെ, ഇത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ ചണ്ടി നമുക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഗ്ലാസ്സിലിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വെള്ളം, നമ്മൾ സ്കിന്ന് മൊത്തത്തിൽ മാറ്റി മാജിക് പോലെ നമ്മളെ ഫേസ് ആക്കി തരും കേട്ടോ. അപ്പോൾ ഇതാണ് ആ വെള്ളം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയോ, ഞാനിത് പറഞ്ഞുതരാം. ഈ വെള്ളം നമുക്കൊരു ആഴ്ച എടുത്ത് വെക്കാൻ പറ്റും. ഓക്കെ, സ്മെല്ല് നോക്കുക കേട് വന്നിക്കണോ എന്നുള്ളത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കാൻ നോക്കുക. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, മൂടി വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾക്കൊരു കുപ്പി ഉണ്ടെങ്കിൽ അതിലാക്കി വെക്കാം, ഗ്ലാസ്സിലാക്കി വെക്കാം. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസൊക്കെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം, നിങ്ങളുടെ ഫേസ് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ടോണറായിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൈ തന്നെ വെച്ചിട്ട് നമുക്ക് എന്തായാലും മുഖത്ത് മുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സംഭവം ഇട്ട് എന്ന് വെച്ചിട്ട് കാര്യമില്ല, ഒരു ദിവസം എപ്പോഴും തേച്ച് കൊടുക്കണം. അതായത് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നിട്ട് കൊടുക്കുക, അയച്ചിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല പറയുന്നത്, ഒരു പണിയും ചെയ്യാതെ ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കൊടുക്കുക, വൈകുന്നേരം രാത്രി അങ്ങനെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിമ്പിൾസ് ഇങ്ങനെ പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഒരു കാര്യം, ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ആണിന് യൂസ് ചെയ്യാൻ പറ്റുമോ, പെണ്ണിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ ഡൗട്ടാണ്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്, നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. നമുക്കിത് കുടിച്ച് വരെ നോക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്കിത് കുടിക്കാൻ പറ്റണം എന്നില്ല, കാരണം ഇത് കഴിക്കുന്ന സാധനം. കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നല്ലത് തന്നെയാണ്, പക്ഷെ കുടിക്കണമെന്നേ ഞാൻ പറയുള്ളൂ, കാരണം ഇത് കഴിക്കും അത്രയും. അപ്പോൾ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ നോക്കുക, ഡെയിലി ചെയ്യാൻ നോക്കുക, സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ. മനസ്സിലായില്ല? അപ്പോൾ എന്താ പറയുക, ഇത് എടുത്ത് വെക്കാൻ പറ്റുന്ന ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം.